ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഹെയർ ഡേ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനത് ഇട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് നോക്കാം. ഇതാണ് നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക ഉണ്ടല്ലോ. ഉണക്ക നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ മേടിച്ചാൽ മതി. അപ്പോൾ നെല്ലിക്കപ്പൊടി നമുക്ക് ചെയ്യണ്ടല്ലോ, അതിൽ കുറച്ച് കെമിക്കലൊക്കെ ഉണ്ടാവും. കണ്ടോ. ഇനി അടുത്തത് കാണിക്കാം. ഇതാണ് കടുക്ക. കണ്ടോ, ഇതിങ്ങനെ കിട്ടുന്ന കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുരു കളഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ എടുക്കണ്ട. അപ്പോൾ കടുക്ക് വേണം, നെല്ലിക്ക വേണം കേട്ടോ. അടുത്ത് കാണിക്കാം. ഇതുപോലെ ഒരു പഴയ പാത്രം എടുക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. രണ്ടിന്ന് നമ്മളിത് ഇത്രയ്ക്ക് എടുക്കുക. ഇത് കടുക്കാണ്, ഇത്രയ്ക്ക് എടുക്കാം കേട്ടോ. ഇതാ ഇത്രയ്ക്ക് കടുക്കെടുക്കാം. നെല്ലിക്കയും ഇത്രയും തന്നെ എടുക്കാം. നെല്ലിക്ക ഇപ്പം എടുത്ത് കാണിക്കണ്ടല്ലോ, ഏകദേശം അതേ അളവ് എടുക്കാം. നമ്മുടെ മുടി എത്രയെന്ന് വെച്ചാൽ മുഴുവൻ നരച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എടുക്കണം കേട്ടോ. മുഴുവൻ നരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കണം. ഇതിന് കൂടുതലെടുക്കണം വരും കേട്ടോ. ഇനി കണ്ടോ, ഇതുപോലെ വെള്ളത്തിലിട്ടേക്കാം. ആദ്യം തന്നെ വെള്ളത്തിലിട്ടേക്കാം, എന്നാലും അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ കേട്ടോ. കടുക്ക എന്ന് പറയണത് നമ്മുടെ മുടി നരയ്ക്കണേന് ഏറ്റവും ബെസ്റ്റാണ് കടുക്ക. നെല്ലിക്കയുടെ പിന്നെ ഗുണങ്ങൾ അറിയാലോ. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. കളറൊക്കെ ഉണ്ട്, ഇളകി വരട്ടെ. ഇപ്പം ഇതാ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. ഇത് തിളച്ച് ഒരു 3/4 ഗ്ലാസ് 1.5 തിളപ്പിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ കറയൊക്കെ ഇളകി വരുള്ളൂ. പിന്നെ ഇത് എങ്ങനെ തേക്കാന്ന് ഞാൻ ആദ്യമേ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ വെക്കണം. അതിന് ശേഷം അത് കഴുകിക്കളയാം. കഴുകിക്കളഞ്ഞതിന് ശേഷം നാളെ പിറ്റേ ദിവസം നമുക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും പിറ്റേ ദിവസം പറ്റില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രണ്ടാമത് തേക്കുക. ഫസ്റ്റ് തന്നെ കളർ ഇത്തിരി മങ്ങിയിരിക്കും, ഫുള്ള് കറുപ്പാവില്ല. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും തേക്കാം. ഒരു രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം തേക്കാം. അപ്പം അത്യാവശ്യം നല്ല കളർ വയ്ക്കും കേട്ടോ, നല്ല കറുത്ത് വരും. അതിന് ശേഷം വേണമെങ്കിൽ 3 ദിവസം തേക്കാം. അതിന് ശേഷം ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും തേക്കാം. പിന്നെ അവിടെ നിന്നിട്ടാണ് കറുത്തിരിക്കും, പിന്നെ മുടി വെളുക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാൻ കേട്ടോ. അത് നല്ല ഒന്ന് വറ്റി വരണം. അപ്പം ആദ്യമേ നെല്ലിക്ക വെള്ളത്തിലിടണം. നെല്ലിക്ക മേടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ നെല്ലിക്കപ്പൊടി എടുക്കണേക്കാളും നല്ലതാണ് നെല്ലിക്ക മേടിക്കുന്നത്. പിന്നെ കടുക്ക എന്ന് പറയണത് മുടിക്ക് കറുപ്പ് കിട്ടാനാണ് കേട്ടോ. ഇപ്പം ഇതാ നല്ലോണം കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. കണ്ടോ, കളറ് ചായ ഇടാണ്ട് തന്നെ ഈ കളർ വന്നു. കണ്ടോ, നെല്ലിക്കയുടെയും കടുക്കയുടെയും കളറാണത്. ഇത് നമ്മൾ കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ, പരമാവധി 1 മണിക്കൂറെങ്കിലും വെക്കണം. അതിന് ശേഷം തല തേക്കാൻ പാടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം കൂടി യോജിച്ച് വരണ്ടേ. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചായല ചേർത്ത് കൊടുക്കാം കേട്ടോ. ചായലത്തിൽ കൂടിയാലും നമുക്ക് മുടിക്ക് നല്ലതാണല്ലോ. ഒന്ന് മിക്സായിട്ട് ഇറക്കാം. ഇതേ നല്ല തീരെ ഫുള്ളായിട്ട് ഫ്ലെയിം ഇട്ട് ചെയ്യരുത് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് അപ്പോൾ വറ്റി പോവും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഇതിൽ നിന്നുള്ള ആ കറ അങ്ങോട്ട് ഇളകി വരാൻ പറ്റില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക, അത്ര അടിപൊളിയാണിത്. അപ്പം ഞാൻ മുന്നേ ഇട്ട വീഡിയോ എള്ളുണ്ടാക്കണത്. ചെറുപ്പം പിള്ളേർക്കൊക്കെ മുടി നിറയ്ക്കണമെങ്കിൽ എള്ള് കൊടുക്കണം നല്ലതാണ് കേട്ടോ. എള്ളാണ് ബെസ്റ്റ്. എള്ളും കരിപ്പെട്ടിയും കൂടി നല്ലോണം കരിപ്പെട്ടിയല്ല, എള്ള് വറുത്ത് പൊടിച്ച് കരിപ്പെട്ടിയും കൂടി മിക്സാക്കി കൊടുക്കണമെങ്കിൽ ഒരു പരിധി വരെ അവർ മുടി നിറയ്ക്കാതിരിക്കും. ഇനി ഇത് ഇറക്കട്ടോ. ഇനി ഇതിൻ്റെ ഇതുണ്ടല്ലോ കൊറ്റൻ, അത് വേണമെങ്കിൽ എടുത്ത് വയ്ക്കുക. അത് കളയണ്ട. അത് ഇപ്പോഴും അതിൽ നിന്ന് കറ മുഴുവനായിട്ട് വന്നിട്ടുണ്ടാവില്ല. അത് അത്ര നേരം നമ്മൾ വെള്ളത്തിലിടണം. ഞാനിപ്പോൾ രാവിലെയാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ പാത്രമൊക്കെ. അപ്പോൾ രാവിലെ അല്ല, തലേദിവസം നമ്മൾ ഇന്ന് തേക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിടുകയാണെങ്കിൽ അത്രയും കറ ഇന്ന് ഇളകി വരും കേട്ടോ. നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇത് ഒഴിക്കുക കേട്ടോ.
ഇതൊന്ന് ചൂടാറിയിട്ട് തരട്ടെ. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നീലമരിയാണ്. ഇത് മൈലാഞ്ചിയാണ്. കണ്ടോ മൈലാഞ്ചി പൊടി. ഇനി ഇത് ചെറിയ ചൂട്, നൈസ് ചൂട് എന്ന് പറഞ്ഞാൽ ചെറിയ ചൂട്, തണുക്കാൻ പാടില്ല കേട്ടോ. ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മിക്സ് ആക്കണതുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ആക്കി കഴിയും. അപ്പം അതായത് കലക്കി കൊണ്ട് സുഖമാണ് കേട്ടോ. ആ കന്നിട്ട് ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കാം. അതാ ഇനി ഇതിലേക്ക് ഇതെന്തിനാ ഒഴിക്കണമെന്ന് അറിയോ? ആ കറ നമുക്ക് മുടിയിൽ നിലനിർത്താനാണ്. കറ പെട്ടെന്ന് ഇളകി പോവാതിരിക്കാനാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് തേക്കരുത്, ഇതിങ്ങനെ ഇരിക്കട്ടെ. 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ, മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ. അറിയാം നിങ്ങൾക്ക് അപ്പം തന്നെ തേച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ഇത് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല എല്ലാം മിക്സ് ആയാലാണ് നമ്മുടെ തലയിൽ അത് പിടിക്കുള്ളൂ. അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ കിടക്കണ സമയത്ത് അത് മിക്സ് ആക്കി വയ്ക്കുക. രാവിലെ എണീറ്റ വശം തലയിൽ തേക്കുക. അങ്ങനെയും ചെയ്യാട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഇത് നല്ല തേച്ച് കിടക്കുക, രാവിലെ കഴുകിക്കളയുക. അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം നല്ല കളറിന് മുടിക്ക് നല്ല കറുപ്പ് വരും കേട്ടോ.